മോനെ വീർ, നിന്റെ റോബോ ബോയ് സൂട്ടിന്റെ സർവീസ് ഇതാ കഴിഞ്ഞു മോനെ. ഇനി ബാക്കിയുള്ളത് ഫയർ സ്യൂട്ട്, ഡ്രിൽ സ്യൂട്ട്, സ്പേസ് സ്യൂട്ട്, അണ്ടർ വാട്ടർ സ്യൂട്ട്, അതിന്റെയൊക്കെ സർവീസിങ് നടക്കുകയാണ്. ഈ സ്യൂട്ട്സിന്റെ ഒക്കെ സർവീസിങ് കഴിയുന്നത് വരെ നീ എവിടേക്കും പോകരുത്. അഥവാ പോയാൽ തന്നെ നീ ഒരു സാധാരണ റോബോട്ട് ആയിരിക്കും. ഇപ്പോൾ നിന്റെ ഉള്ളിൽ സ്പെഷ്യൽ പവേഴ്സ് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് നീ എങ്ങോട്ടും പോകരുത്, ഇവിടെ തന്നെ ഇരുന്നോണം. പക്ഷെ അപ്പൂപ്പ, ഞാൻ പുറത്തുനിന്ന് കളിക്കാലോ അല്ലേ? അതെ വീർ, വാ നമുക്ക് പുറത്തുപോയി കളിക്കാം. പക്ഷേ മോനെ ചിണ്ടു ഞാനുണ്ടല്ലോ കൂടെ, അതുകൊണ്ട് അവനൊരു പ്രശ്നം വരാതെ ഞാൻ നോക്കിക്കോളാം. മറ്റേ സൂട്ട്സ് ഒന്നും ഇപ്പൊ റെഡി ആയില്ലെങ്കിൽ അതിനെന്താ, ചിണ്ടു എവർ റെഡിയാണല്ലോ. ചുൾബുള്ളും റെഡിയാണ്. ചുൾബുള്ളുള്ളപ്പോ ആരും വിഷമിക്കേണ്ട കാര്യമില്ല. I am mad, very very mad. ബോസ്, ഈ ഒക്ടോപസില് പ്രത്യേകിച്ച് എന്താണുള്ളത്? നിങ്ങൾ എന്താ ഇത്രയധികം സന്തോഷിക്കുന്നത്? എടാ, ഇതിന്റെ ശക്തിയെ കുറിച്ച് നിനക്കൊന്നും അറിയില്ല. ഇത് എവിടെയെങ്കിലും ചെന്ന് നിന്നാൽ അവിടെ മൊത്തം നശിപ്പിക്കും, മനസ്സിലായോടാ? ബോസ്, you were genius, boss. She's right, boss. She's right. നീ നോക്കിക്കോ, ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിലെ നീല ബട്ടൺ ഒന്ന് അമർത്തിയാൽ മാത്രം മതി, മറ്റുള്ള ജോലിയെല്ലാം അവൻ തനിയെ ചെയ്തുകൊള്ളും. ആഹാ, ഞാനൊന്ന് നോക്കട്ടെ. നീ എന്താ കാണിച്ചത്? എന്താ കാണിച്ചത്? നീ എന്തായി ചെയ്തത്? ഓഫ് ചെയ്യടാ, ആ ബട്ടൺ ഓഫ് ചെയ്യ. എന്നെ ഇങ്ങനെ സോറി ബോസ്, സോറി. ഞാനൊന്ന് ഡെമോ നോക്കിയതാ. എന്നെ താഴെ ഇറക്കാൻ പറ. എന്നൊന്നും ചെയ്തത് എന്നാ? നിനക്ക് ഞാനൊരു പലഹാരം തരട്ടെടാ. വേണ്ട, ഓടല്ലേടാ, നിന്റെ മണ്ടത്തല ഞാൻ നിക്കണവിടെ. ഓടരുതെന്നും ഇത് കുടിച്ചോ. Robo Boy suit on. രക്ഷിക്കേ. അല്ല, ഞാനിവിടെ എന്തെടുക്കാ? ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്, ചെന്ന് എന്തെങ്കിലും കഴിക്കാം. യെസ് ചിണ്ടു, ഇന്ന് നിന്റെ ഫിസിക്കൽ ട്രെയിനിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. പക്ഷെ നീ ഒട്ടും മെലിഞ്ഞിട്ടില്ല. എന്നാലും നീ സ്ട്രോങ് ആയി മാറിയിട്ടുണ്ട്. നീ ഫൈറ്റ് ചെയ്യാൻ റെഡി ആയി കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. ഇന്ന് ഈ ഫൈറ്റിന് ഞാൻ റഫറി ആയിരിക്കുകയാണ്. നമ്മളുടെ ഇന്നത്തെ ഈ ഫൈറ്റർ ഫുർസത് കഞ്ചിലെ ചിണ്ടു, പിന്നെ ഫാൽത്തൂർ കഞ്ചിലെ ബോക്സർ ടാങ്കു. ഓക്കേ, റെഡി? ചിണ്ടു, all the best. അടച്ച് പൊളിച്ചിട്ടുണ്ട്. ഓക്കേ. പകൽ സമയത്ത് എന്റെ കണ്ണുകളിൽ നക്ഷത്രം കാണുന്നുണ്ടല്ലോ.
ചിണ്ടു ഫൈറ്റ് ഒന്ന് സ്റ്റാർട്ട് ആകട്ടെ. സോറി. ചിണ്ടു, ടാങ്കോ, റെഡി. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ രണ്ടുപേരും ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. സ്റ്റാർട്ട് ഫൈറ്റ്. ചിണ്ടു, കൗണ്ടിങ് നീയല്ല, റെഫറിയാണ് പറയേണ്ടത്. ഏതെങ്കിലും ബോക്സർ താഴെ വീഴുമ്പോഴാണ് പറയാ. പകൽ സമയത്ത് എന്റെ കണ്ണുകളിൽ വീണ്ടും നക്ഷത്രങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. ബോസ്, നമ്മുടെ ജോലി കഴിഞ്ഞു. ഒക്ടോപസ് റോബോട്ട് വീരനെ പൊക്കിയെടുത്ത് ആകാശത്തിലൂടെ പറന്നു വരികയാണ്. ഇന്ന് ഞാൻ ആ വീറിന്റെ കഥ അവസാനിപ്പിക്കുന്നതാണ്. അപ്പൂപ്പ, എന്നെ ഒരു ഒക്ടോപസ് റോബോ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞതല്ലേ വീർ, പുറത്തേക്ക് പോകണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഞാൻ പറഞ്ഞത് നീ അനുസരിച്ചില്ല. ഇപ്പൊ നീ ഉടനെ എന്തെങ്കിലും ചെയ്ത് അവന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുമോനെ, അല്ലെങ്കിൽ അവൻ നിന്നെ ഡിസ്ട്രോയ് ചെയ്ത് കളയും. എത്രയും പെട്ടെന്ന് അവിടുന്ന് രക്ഷപ്പെടാ. ബോസ് ബോസ്, വീർ ഒക്ടോപസിന്റെ പിടിയിലാണുള്ളത്. വീർ, ഇനി നിനക്ക് രക്ഷപ്പെടുവാനായിട്ട് 3 സെക്കൻഡ് മാത്രം അവശേഷിക്കുന്നു. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിനക്കൊന്നും ചെയ്യുവാൻ സാധിക്കില്ല. ഡിറ്റാച്ച്ഡ് റോബോ ബോയ് സ്യൂട്ട്. ബോസ് ബോസ്, ഒക്ടോപസ് വീറിനെ ഡിസ്ട്രോയ് ചെയ്ത് കഴിഞ്ഞു. I am mad, very very mad. അപ്പൂപ്പ, ഞാനിവിടെ വലിയൊരു കുഴിയിൽ അകപ്പെട്ട് കിടക്കുവാണ്. എന്നെ രക്ഷിക്ക്. ഞാനിപ്പൊ തന്നെ അങ്ങോട്ട് വരാം വീർ, നീ വിഷമിക്കണ്ട. ഞങ്ങളും നിങ്ങളുടെ കൂടെ വരുന്നുണ്ട് അപ്പൂപ്പ. എന്നാ വന്നോ മക്കളെ. ടിംബാക്ടോ, വീറിനൊന്നും സംഭവിച്ചിട്ടില്ല. അവനൊരു പാറക്കെട്ടിനുള്ളിൽ കിടക്കുകയാണ്. ഡോക്ടർ പ്രേം സഹായ് അവനെ രക്ഷിക്കുവാനായി വന്നുകൊണ്ടിരിക്കുകയാണ്. വേഗം തന്നെ മാഗ്നറ്റിക് ഫിഷൻ റോബോട്ടിനെ എടുത്തോട്ട് പോ. അയാളെ തടഞ്ഞു നിർത്ത. ആ വീറിനെ കണ്ടെത്തുവാനായി ഞാൻ ഓക്ടോപസ് റോബോട്ടിനെ അയച്ചേക്കാം. ഈ പ്രാവശ്യം നമുക്ക് ഒരു തെറ്റും സംഭവിക്കാൻ പാടില്ല. വേഗം ചെല്ല്. നീ എന്തിനാ ഞങ്ങളുടെ പുറകെ വരുന്നത്? ആരാടാ നീ? നന്മയുടെ കൂട്ടുകാരൻ, തിന്മയുടെ ശത്രു. എന്റെ പേര് വീർ, വീർ ദ റോബോ ബോയ്. 3 വരെ ഞാൻ എണ്ണും. അതിനു മുന്നേ നീ ഇവിടുന്ന് പോയിക്കോ, ഇല്ലെങ്കിൽ നിന്റെ കാര്യം പോക്കാം. 1 2 3. അതിപ്പോ ഞാൻ തന്നെ എണ്ണിക്കഴിഞ്ഞു. അടിച്ചു മാറ്റിയ സ്വർണം നീ തിരിച്ചു തന്നേക്ക്. എവിടെ നിന്ന് വന്നോ അങ്ങോട്ട് തിരിച്ചു പോയിക്കോ.
നീ ഒരു മിടുക്കൻ തന്നെയാണ് വീർ. ഇവരെ ശരിക്കും ഒരു പാഠം പഠിപ്പിച്ചു. എവിടെ നിന്നാണോ നിങ്ങൾ വന്നത് അങ്ങോട്ട് തന്നെ തിരിച്ചു പോകുന്നതാ നിങ്ങൾക്ക് നല്ലത്. എന്നിട്ട് ജനങ്ങളുടെ സ്വർണം തിരിച്ചു കൊടുത്തേക്ക്. ഇതാ എടുത്തോ. ബ്രാവോ, ഞങ്ങളെ കൂടെ കൊണ്ടുപോ. ഞങ്ങളെ ഇവിടെ ഇട്ടിട്ട് പോകരുത് പ്ലീസ്. ബ്രാവോ, ഞങ്ങളെ കൂടെ കൊണ്ടുപോ. ഒരു കണ്ടീഷൻ, ഇനി ആരെയും ഒരിക്കലും വേദനിപ്പിക്കരുത്. നമുക്ക് താമസിക്കാൻ ഒരു നല്ല പ്ലാനറ്റ് തേടി കണ്ടുപിടിക്കാം. അവിടെ നമുക്ക് സുഖമായി ജീവിക്കാം, ആർക്കും ഒരു ഉപദ്രവവും ഉണ്ടാക്കാതെ. പ്രോമിസ്, കീപ് പ്രോമിസ്. അതേതായാലും നന്നായി. എല്ലാവരുടെയും സ്വർണം തിരിച്ചു കിട്ടിയല്ലോ. ഇപ്പൊ തന്നെ നമുക്ക് എല്ലാവർക്കും തിരിച്ചുകൊണ്ട് കൊടുക്കാം. ചിണ്ടു, ഈ സ്വർണം ആരുടെയൊക്കെയാണോ അവരുടെ വീട്ടിൽ എത്തിച്ചു കൊടുത്തേക്ക്. അകിടം പകിടം ആലം ഫാലം ഇക്കിടം തിക്കിടം ദം ദമാദം.